സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ പണ്ടത്തെ പോലെ കയറാൻ പറ്റാതെ ഒരു കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ലങ്സിന് ഏജ് ആവുന്നതായിരിക്കാം അത്. ഹലോ, ഐ എം ഡോക്ടർ ശ്രീലക്ഷ്മി, ഡൂയിങ് DNB റെസിഡൻസി അറ്റ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രായമാവുമ്പോൾ നമ്മുടെ ലങ്സിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും എന്തൊക്കെ ചെയ്താൽ ആ മാറ്റങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലങ്സ് നമ്മൾ ജനിക്കുമ്പോൾ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. പക്ഷെ നമ്മളത് പ്രായം കൂടുന്തോറും ആ ലങ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടിക്കൂടി വരികയും നമുക്കൊരു 25-35 വയസ്സിലെത്തുമ്പോൾ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ എത്തുകയും ചെയ്യുന്നു. പിന്നെ ഒരു 25 മുതൽ ഒരു 40 വയസ്സ് വരെ അതിൻ്റെ ഫങ്ഷൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ 40 വയസ്സ് കഴിയുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ടിൽ അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ലങ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രായമാവുമ്പോൾ ലങ്സിന് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫിസിയോളജി ഞാൻ പറയാം. നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ട്. നമ്മുടെ എല്ലാ ഓർഗൻസിനും ഓക്സിജൻ ആവശ്യമുണ്ട് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ നമ്മുടെ എല്ലാ ഓർഗൻസിലേക്കും എത്തിക്കുന്നതും നമ്മുടെ എല്ലാ ഓർഗനുകളും വർക്ക് ചെയ്ത് ബാക്കി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതും നമ്മുടെ ലങ്സ് വഴിയാണ്. അപ്പോൾ നമ്മുടെ ലങ്സിൽ ഒരുപാട് ബലൂണ് പോലെയുള്ള വായു അറകളുണ്ട്, ആൽവിയോള എന്ന് പറയും. ഈ ആൽവിയോളയുടെ വാളിലൂടെയാണ് നമ്മൾക്ക് വേണ്ട ഓക്സിജൻ ഉള്ളിലേക്ക് പോകുന്നതും നമുക്ക് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാനും സഹായമാവുന്നത്. അപ്പോൾ നമുക്ക് പ്രായമാവുമ്പോൾ ഈ ആൽവിയോളയുടെ വാൾസ് എല്ലാം തിക്കാവുകയും അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നമുക്ക് പ്രായം കൂടുന്തോറും നടക്കാൻ പ്രയാസമായിരിക്കും. മാത്രമല്ല നമ്മുടെ ചെസ്റ്റ് വോളാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ അത് വികസിച്ച് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പിന്നെ അത് ചുരുങ്ങി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രായമാവും തോറും ഈ ചെസ്റ്റ് വാളിലെ മസിൽസും നമ്മുടെ റിബ്സ് എല്ലാം സ്റ്റിഫായി പണ്ടത്തെ പോലെ ഒരു ആയാസമായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റാണ്ട് വരികയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് കോഫ് റിഫ്ലെക്സ്. ഇപ്പം നമ്മൾ നല്ല പൊല്യൂഷനുള്ള ഒരു ഏരിയയിൽ പോകുമ്പോൾ നമ്മൾ ചുമയ്ക്കും. അതെന്താണ്? അവിടെ നിന്നുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലോട്ട് വരാതിരിക്കാൻ നമ്മുടെ ബോഡി തന്നെ ഒരു കരുതലെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പ്രായമാവുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചുമയ്ക്കാൻ പറ്റാതിരിക്കുകയും ആ കോഫ് റിഫ്ലെക്സ് വീക്കൻ ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രായമാവുമ്പോൾ നമ്മുടെ ലങ്സിൽ വരുന്ന മാറ്റങ്ങൾ. എന്നാൽ ഇത് വിചാരിച്ച് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ശ്വാസമുട്ടലും നമ്മുടെ ലങ്സിന് പ്രായമാവുന്നത് മാത്രമല്ല. എന്തൊക്കെയാണ് നമ്മുടെ ഈ ലങ്സ് ഏജ് ആവുന്നതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. പുകവലി. നമുക്കറിയാം പുകവലി നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണെന്ന്. വളരെ മോശമായിട്ടുള്ള കെമിക്കൽസ് ആണ് സിഗരറ്റ് സ്മോക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുക വലിക്കും തോറും നമ്മുടെ ലങ്സ് പെട്ടെന്ന് പ്രായമാവുന്നു. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ലാത്തത്, ഒരു ഹെൽത്തി ഡയറ്റ് ഇല്ലാത്തത്, പിന്നെ ഒരുപാട് പൊല്യൂഷൻസ് ഉള്ള ഏരിയയിൽ താമസിക്കുമ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ പുകയൊക്കെ ശ്വസിക്കുമ്പോൾ നമ്മുടെ ലങ്സ് പെട്ടെന്ന് ഏജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലങ്സിനെ മാക്സിമം നമ്മൾ ഹെൽത്തി ആക്കി വെക്കുക, പുക വലിക്കാതിരിക്കുക, പിന്നെ നല്ല പൊല്യൂട്ടഡ് ഏരിയയിൽ പോകുമ്പോൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുക, പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല ന്യൂട്രീഷനുള്ള ഡയറ്റൊക്കെ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ലങ് ഏജിങ്ങിനെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രായമാവും തോറും നമ്മുടെ ഉള്ളിലെ എല്ലാ ഓർഗൻസിനും പ്രായമാവുന്നുണ്ട്. അതിൽ ഒരു മേജർ ഓർഗനാണ് നമ്മുടെ ലങ്സ്. അപ്പോൾ നമ്മളുള്ള കാലം വരെ നമ്മൾ മാക്സിമം ആയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നമുക്ക് ആ ജീവിതകാലം അത്രയും നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.